നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കാനായെന്നും രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിനാണുള്ളതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ 100ാം വാർഷിക പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചെന്നും അതിന്റെ ഫലമായി 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഈ സ്കൂളിനുള്ള ഒരു 100ാം വാർഷിക സമ്മാനമാണ്. 1,20,00,000 രൂപ വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഫണ്ടിൽ, പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് അനുവദിച്ചത്. ആ തുക വിനിയോഗിച്ച് നല്ല മനോഹരമായ സൗകര്യപ്രദമായ ഒരു കെട്ടിടം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1.20 കോടി രൂപ ചെലവഴിച്ചാണ് ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിലായി 8 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്. പരിപാടിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബിഹാൻകുട്ടി അധ്യക്ഷയായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TK സുധീഷ് കുമാർ, TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, TK അഖില, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, സിജി ബാബു, AEO K പ്രസാദ്, BPCP ദേവരാജ്, HSS പ്രിൻസിപ്പൽ ഡോക്ടർ ഷെജീന ഷുക്കൂർ, പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി M.B. രാജേഷ് നാടിന് സമർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി എൻലൈറ്റ് തൃത്താല പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. 5 വർഷം കൊണ്ട് എൻലൈറ്റ് തൃത്താല പദ്ധതിയിലൂടെ 30 ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 1.20 കോടി രൂപ വിനിയോഗിച്ചാണ് കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിൽ 5 ക്ലാസ് മുറികളും 2 ശുചിമുറികളുമുണ്ട്. പരിപാടിയിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV നിഷ അധ്യക്ഷയായി. മുൻ ഹെഡ് മിസ്ട്രസ് പുഷ്പലത സ്കൂളിനായി പ്രൊജക്ടർ കൈമാറി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതു, തൃത്താല AEO K പ്രസാദ്, ഹെഡ്മാസ്റ്റർ A സലിം, PTA പ്രസിഡന്റ് MS ജിനീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താലയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, ദീർഘകാലത്ത് ആവശ്യമായിരുന്നു ITI. തൃത്താലയിൽ ഒരു ITI വേണം എന്നത് 45 കൊല്ലങ്ങളുമായിട്ട് ഈ ആവശ്യമുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ പുതിയ 4 ITI പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്ന് തൃത്താലയ്ക്കാണ് കിട്ടിയത്. ഉടൻ തന്നെ വെള്ളിയാങ്കലിൽ നമ്മൾ ക്ലാസ്സും ആരംഭിച്ചു. വെള്ളിയാങ്കലിൽ ഇറിഗേഷന്റെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലാണ് ക്ലാസ് തുടങ്ങിയത്. ഈ കൊല്ലത്തെ ബജറ്റിൽ 2 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ITIക്ക് സ്വന്തം കെട്ടിടമുണ്ടാക്കാൻ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലം ഈ നാഗലശ്ശേരി പഞ്ചായത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ITI തൃത്താല ITI അല്ല, നാഗലശ്ശേരി ITI എന്നാണ് സർക്കാർ പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. 1,47,00,000 വില മതിക്കുന്ന 21.5 സെന്റ് സ്ഥലം അദ്ദേഹം ചില്ലിക്കാശ് പ്രതിഫലം വാങ്ങാതെ സർക്കാരിന് സൗജന്യമായി വിട്ടുതന്നു. ആധാരവും കൈമാറി. അപ്പോ എല്ലാ തടസ്സവും നീങ്ങി. അടുത്ത 1 വർഷം കഴിയുമ്പോൾ നാഗലശ്ശേരി ITI സ്വന്തം കെട്ടിടത്തിൽ തല ഉയർത്തി നിൽക്കും. പിന്നെ നമ്മൾ വലിയ വാഗ്ദാനമൊന്നും നൽകിയ കാര്യങ്ങളല്ല, എങ്കിലും ഒരു പരിശ്രമം നടത്തിയതാണ് തൃത്താലയിൽ ഒരു നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാൻ. ആ പരിശ്രമത്തിന്റെ ഫലമായി
ആദ്യം നമുക്ക് സർക്കാരിന്റെ NOC കിട്ടി. ആരോഗ്യ സർവകലാശാല വന്ന് അവരുടെ ടീം വന്ന് ഇൻസ്പെക്ഷൻ നടത്തിപ്പോയി. എത്രയും പെട്ടെന്ന് അവരുടെ NOC കൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ NOC കൂടി കിട്ടിയാൽ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ സർക്കാർ നഴ്സിംഗ് കോളേജ് നാഗലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കും. 17-കാരനെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ 44-കാരനെ 3 വർഷം കഠിന തടവ്. പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 17 വയസ്സുകാരനെ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് പ്രതി 44 വയസ്സുകാരനായ തിരുവേപ്ര നെടുങ്ങോട്ടൂർ സ്വദേശി സുനിൽകുമാറിന് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ദിനേശ് പിള്ളയാണ് ശിക്ഷ വിധിച്ചത്. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകുവാനും വിധിയായി. പട്ടാമ്പി പോലീസിൽ 2023 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. സബ് ഇൻസ്പെക്ടർ സുഭാഷാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് എ സന്ദീപ് ഹാജരായി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൺ ഓഫീസറുമായ മഹേശ്വരി എസ് പ്രോസിക്യൂഷനെ സഹായിച്ചു. കേസിൽ 15 സാക്ഷികളെയും 17 രേഖകളും ഹാജരാക്കി. കാഴ്ചക്കാരിൽ ആവേശം നിറച്ച് കൂറ്റനാട് ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗജസംഗമം 28 ഉപകമ്മിറ്റികളിൽ നിന്ന് നേതൃത്വത്തിലെത്തിയ ഗജവീരന്മാരാണ് ഗജസംഗമത്തിന്റെ ഭാഗമായി അണിനിരന്നത്. ബാൻഡ് മേളം സംഗമത്തിന് അകമ്പടിയായി. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് 40-ൽ പരം ഗജവീരന്മാർ അണിനിരന്ന വാദ്യമേള, ഘോഷയാത്രകളും നഗരപ്രദക്ഷിണവും ഉണ്ടായി. കലാപ്രകടനങ്ങളും ബാൻഡ് വാദ്യം, ചെണ്ടമേളം, അർബനമുട്ട്, ദഫ്മുട്ട് തുടങ്ങിയ വിവിധ കലാപ്രകടനങ്ങളും ആഘോഷ പരിപാടിയെ വർണ്ണാഭമാക്കി. കൊപ്പം നെടുമ്പ്രക്കാടിൽ നിന്ന് വ്യാജ മദ്യവുമായി ഒരാൾ പിടിയിൽ. നെടുമ്പ്രക്കാട് സ്വദേശി സുനിൽകുമാറിനെയാണ് പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KO പ്രസന്റും സംഘവും പട്ടാമ്പി താലൂക്കിലെ കൊപ്പം നെടുമ്പ്രക്കാട് നടത്തിയ പരിശോധനയിലാണ് 2.8 ലിറ്റർ വ്യാജമദ്യവുമായി 49-കാരനെ പിടികൂടിയത്. നെടുമ്പ്രക്കാട് സ്വദേശി സുനിൽകുമാറാണ് അറസ്റ്റിലായത്. ഇയാൾ ബൈക്കിൽ വെച്ചായിരുന്നു മദ്യം വിൽപ്പന നടത്തിയിരുന്നത്. ബൈക്കും എക്സൈസ് സംഘം പിടികൂടി. പരിശോധനാ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി, K മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, അനൂപ് രാജ്, ജയേഷ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. 2.8 ലിറ്റർ വ്യാജമദ്യത്തിന് പുറമെ 1,400 രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കൊപ്പത്ത് സ്വീകരണം നൽകി. അവരുടെ കുടുംബാംഗങ്ങളെ ഹിമാലയൻ പർവ്വതനിരകളിലെ മരവിപ്പിക്കുന്ന ശീതക്കാറ്റിലും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പാലക്കാട് ജില്ലയുടെ വാഹന ജാഥയ്ക്കാണ് കൊപ്പത്ത് സ്വീകരണം നൽകിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ വരവേറ്റത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം അനീഫ, ജാഥ ക്യാപ്റ്റൻ ജില്ലാ സെക്രട്ടറിയായ കൃഷ്ണകുമാർ, ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് വി വേൽക്കുട്ടി എന്നിവർക്ക് പതാക കൈമാറിക്കൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. സ്വന്തം ശരീരാവയവങ്ങൾ നഷ്ടപ്പെട്ട്, സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട്, സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെട്ട്, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട്, സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ആ ബഹുമതി പ്രതികളുടെ സംഘടനയാണ് തുടർന്ന് നടന്ന യോഗം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് വേലുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് N കുമാരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി A സജീവ് കുമാർ, ജാഥ ക്യാപ്റ്റൻ കൃഷ്ണകുമാർ, പരൂർ ബ്ലോക്ക് പ്രസിഡന്റ് A വിജയൻ, പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, K വേലു, UL മാത്യു, അബ്ദുൽ ഖാദർ, ശ്രീനിവാസൻ, KV ഗീത, PP ഇന്ദിരാദേവി, ഇന്ദിരാ വിശ്വം, P ദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.
പട്ടാമ്പി, കൊപ്പം, പരുതൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. ഫെബ്രുവരി 16 കോഴിക്കോട് ബീച്ചിലാണ് വിമുക്തപട മഹാസമ്മേളനം നടക്കുന്നത്. ശേഷം അതിനുശേഷമുണ്ടായ യുദ്ധങ്ങളിലും യുദ്ധാനന്തര സാഹചര്യങ്ങളിലും നമ്മളെ വിട്ടുപോയിട്ടുള്ള വീരജവാന്മാർ അല്ലെങ്കിൽ അവശരായി കിടക്കുന്ന ജവാന്മാർ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പടുത്തുയർത്തിയ ഒരു കരുത്തറ്റ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ്. ഏറ്റവും പുരാതനവും അംഗസംഖ്യയുമായിട്ടുള്ള ഈ സംഘടന നമ്മൾ അംഗബലം തെളിയിക്കേണ്ടത് കോഴിക്കോട് നടക്കുന്ന മഹാസമ്മേളനത്തിലാണ്. ഈ സംഘടനയുടെ സ്ഥാപക നേതാവ് നമ്മളുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ പറയുകയുണ്ടായി. 1965 നായിക് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മഹാവ്യക്തി, ആ മഹാവ്യക്തിയുടെ മനസ്സിലൂന്നിയ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തെ കൊളുത്തിയ ദീപശിഖയാണ് ഇന്ന് ബ്ലോക്ക് തലങ്ങൾ മുതൽ കേരള സംസ്ഥാനം വരേക്കും പടർന്ന് പന്തലിച്ച് ഒരു വലിയ വൻ വൃക്ഷമായി മാറിയിരിക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് CCTVക്ക് മികച്ച വാർത്താ അവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. CCTV ന്യൂസ് എഡിറ്റർ രമ്യ S. നായരാണ് മികച്ച അവതാരക. CCTVയിൽ സംപ്രേഷണം ചെയ്യുന്ന തൊടിയിലെ ചെടി മികച്ച പ്രോഗ്രാമായി തെരഞ്ഞെടുക്കപ്പെട്ടു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസാണ് പ്രോഗ്രാം കോർഡിനേറ്റർ. ഇന്ന് വൈകിട്ട് തൃപ്രയാറിൽ നടക്കുന്ന COA ജില്ലാ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര പയർ ദിനാചരണവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പ്രദർശനവും ഒരുക്കിയിരുന്നു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് അന്താരാഷ്ട്ര പയർ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത്. RARS അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ P. രാജി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കാർഷിക കേരളത്തിന് നിരവധി നെല്ലിനങ്ങൾ സംഭാവന ചെയ്ത ഒരു ഗവേഷണ കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. എന്നാൽ ഈ കേന്ദ്രത്തിൽ നെല്ലിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നെല്ലിനെ പോലെ തന്നെ ഗവേഷണ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന മറ്റു വിളകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പയറുവർഗ വിളകൾ. നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ നാഷണൽ ലെവലിൽ ഒരു കോർഡിനേറ്റഡ് പ്രോഗ്രാം പൾസസിന് വേണ്ടി തന്നെ ഈ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ലോക പയർ ദിനം ഇത്ര വിപുലമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. കാരണം നമ്മുടെ നെല്ലിനോടൊപ്പം തന്നെ പയറുവർഗ വിളകളുടെയും പ്രാധാന്യം നമ്മുടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു ചുമതല കൂടി ഈ ഗവേഷണ കേന്ദ്രത്തിന് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ 2 പയറിനങ്ങൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കുകയുണ്ടായി. പലരുടെ കൃഷിയിടങ്ങളിലും അത് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപൂർവ, ശ്രീനന്ദ എന്നീ 2 പയറിനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് അവസാനമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയത്. ഡോക്ടർ വി. തുളസി, ഡോക്ടർ ബി. ഷൺമുഖസുന്ദരം, റോഷ്നി വിജയൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കർഷകർ ഉൾപ്പെടെയുള്ളവർ ദിനാചരണ പരിപാടികളിൽ പങ്കാളികളായി. വിവിധ പയർ ഇനങ്ങളിലെ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മാർച്ച് 1 ഞായറാഴ്ച നടക്കുന്ന പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എല്ലാ കലാപരിപാടികൾക്കും മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി അറിയിച്ചു. കാവടി, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളിക്കൂട്ടം ഉൾപ്പെടെ ആഘോഷങ്ങളുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടികൾക്കും കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി നൽകുന്ന രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുൻപായി കമ്മിറ്റി ഭാരവാഹികൾക്ക് സമർപ്പിക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആഘോഷ സംഘങ്ങളെ പൂരമഹോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കമ്മിറ്റി പ്രത്യേകം അറിയിച്ചു. അതേസമയം പൂരം തലേന്ന് ഫെബ്രുവരി 28 ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി പതിർവാണിഭം നടക്കുന്നതിനാൽ അന്നേ ദിവസം ക്ഷേത്ര ഗ്രൗണ്ടിലോ പരിസര പ്രദേശങ്ങളിലോ ബന്ധപ്പെട്ട ആഘോഷ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് പരിപാടികൾ നടത്തുവാൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSSPU പട്ടാമ്പിയിൽ പ്രകടനം നടത്തി.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നടപടികൾക്കെതിരെ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തിയത്. പട്ടാമ്പി ട്രഷറിക്ക് മുന്നിൽ ഐക്യദാർഢ്യ പ്രകടനവും നടത്തി. തുടർന്ന് നടന്ന വിശദീകരണ പൊതുയോഗം എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി AS വിജയൻ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2024 മാർച്ച് 30-31 തീയതികളിൽ ഇരട്ട പണിമുടക്ക് 2 പണിമുടക്ക് നടന്നു. ഇതൊക്കെയാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നേ വരെ രാജ്യത്തെ നിലവിൽ 20 നിയമങ്ങൾ, ലോകത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാലും ഒരു നിയമത്തിൽ നിന്ന് പുതിയൊരു നിയമം ഉണ്ടാകുമ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന നിയമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയും ഒക്കെ നിർദ്ദേശത്തിൻ്റെയും നിരവധി പണിമുടക്കുകളുടെയും പ്രക്ഷോഭത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് തൊഴിലാളികൾക്ക് മിനിമം കൂലി, ജോലി സമയം, അതുപോലെ ബോണസ്, ഗ്രാറ്റുവിറ്റി, സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ, അത് തുടങ്ങിയിട്ടുള്ള ക്വാർട്ടേഴ്സ് സൗകര്യം, സൗജന്യമായ ക്വാർട്ടേഴ്സുകൾ, കുടിവെള്ളം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റിട്ടയർമെൻ്റ് ആനുകൂല്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രമോഷൻ ഒക്കെ തീരുമാനിച്ചത് അങ്ങനെയാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.